അടുത്തത് പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഫൈ ഈക്വൽ ടു തന്നിട്ടുണ്ട് ഈസ് എ പോസിബിൾ സ്ട്രെസ് ഫംഗ്ഷൻ ഫോർ 2 dimensional ഇലാസ്റ്റിറ്റി പ്രോബ്ലംസ്. ഫൈൻഡ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ടു ദിസ് ഡ്യൂ ടു ദിസ് ഫംഗ്ഷൻ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത്, ഫൈ നമ്മൾ ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ പഠിച്ചു, ഒരു പോസിബിൾ സ്ട്രെസ് ഫംഗ്ഷനാണ്, അതായത് ഏരിയ സ്ട്രെസ് ഫംഗ്ഷനാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് പറഞ്ഞാൽ അത് ഏരിയ സ്ട്രെസ് ഫംഗ്ഷനാണോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ആണോ ഇല്ലയോ എന്നുള്ള പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എന്ത് നോക്കിയിട്ടാണ്, നമ്മളത് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയിട്ടാണ്. അപ്പോൾ ഫൈ ഈക്വൽ ടു നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ട്, എ ഇൻറ്റു എക്സ് റൈസ് ടു 4 മൈനസ് 3x² y². ഇതൊരു കോമ്പാക്റ്റിബിലിറ്റി, ഇത് ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഫൈ ഷുഡ് സാറ്റിസ്ഫൈ എന്താണ്, ദ ഹാർമോണിക് സ്ട്രെസ് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഷുഡ് സാറ്റിസ്ഫൈ എന്താണ്, കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഡെൽ റൈസ് ടു 4 ഫൈ ഈക്വൽ ടു 0. ഇവിടെ ബോഡി ഫോഴ്സസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ഡെൽ റൈസ് ടു 4 ഫൈ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഡെൽ റൈസ് ടു 4 ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഡെൽ റൈസ് ടു 4 ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽ റൈസ് ടു 4 ഫൈ ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റൈസ് ടു 4 പ്ലസ് 2 ഇൻറ്റു ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ x² ഡോ y² പ്ലസ് ഡോ റൈസ് ടു 4 ഫൈ ഡിവൈഡഡ് ബൈ ഡോ z² വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പ്രൂവ് ചെയ്യണം, 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണം, ഈ ഓരോ ടേംസും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റൈസ് ടു 4 കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഫൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 4 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച് നോക്കുന്നു. ഇപ്പോൾ ഇതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്, ബ്രാക്കറ്റിൽ എക്സ് ആണ് വേരിയബിൾ. എക്സ് റൈസ് ടു 4ൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, 4x3 എന്ന് വരും. മൈനസ് ഇവിടെ എന്താണ് 3y² കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. x² ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് 2x എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്താണ് a ഇൻറ്റു 4x³ മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 6xy² എന്ന് കിട്ടും. ഇനി അടുത്തതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ x² വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ x² എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ x² കിട്ടും. അപ്പോൾ എ ഇൻറ്റു നമുക്ക് എ കോൺസ്റ്റൻ്റ് എല്ലാത്തിനും ആയിട്ട് കിട്ടും. എക്സിന് വിത്ത് റെസ്പെക്ട് ഡിഫറൻഷ്യേറ്റ്, എക്സ് ആണ് വേരിയബിൾ. അപ്പോൾ 4 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. x³ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് 3x² എന്ന് കിട്ടും. മൈനസ് 6 കോൺസ്റ്റൻ്റ് ആണ്, y² കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ത് കിട്ടി, എ ഇൻറ്റു 4 ഇൻറ്റു 3 എത്ര കിട്ടി, 12x² മൈനസ് 6 എന്തെന്ന് കിട്ടി, y² എന്ന് കിട്ടി. ഇനി ഇത് 4 ആവണം, ഇനി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ക്യൂബേ ആവത്തുള്ളൂ. ഡോസ് ക്യൂബ് 5 ബൈ ഡോ x³ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എ ഇൻറ്റു 12 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് ഇട്ടു, ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് 2x റൈസ് ടു 1 ആണ്, മൈനസ് 6y² കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്താണ് 24x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 24ax ആണ് നമ്മുടെ വാല്യൂ. ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റൈസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് കിട്ടും 24a എന്ന് കിട്ടും. ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇതേപോലെ y² അല്ലേ, y റൈസ് ടു 4 അല്ലേ, അവിടെ എഴുതിയപ്പോൾ എന്തോ വേറെ എന്തോ ആലോചന, ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ y റൈസ് ടു 4. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ y റൈസ് ടു 4 നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കും. അപ്പം ഡോ y റൈസ് ടു 4 കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടുമെന്നാണ് ടെസ്റ്റ് പറയുന്നത്. കിട്ടുമോടി? അപ്പോൾ നിങ്ങൾ ഇതേപടി കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ y റൈസ് ടു 4 ചെയ്യുമ്പോഴത്തേക്ക് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുമെന്നാണ്, 0 കിട്ടുമെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കുക. 4 തവണ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഡോ റൈസ് ടു 4 ഫൈ ബൈ ഡോ x² ഡോ y² എന്ന് പറഞ്ഞാൽ 2 തവണ y² ഡെറിവേറ്റീവ് എടുത്തതിനെ 2 തവണ എക്സ് ഡെറിവേറ്റീവ് ചെയ്യുക, അല്ലെങ്കിൽ 2 തവണ എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് ഈ ഒരു സാധനത്തിനെ
വിത്ത് റെസ്പെക്ട് ടു വൈ എത്ര തവണ കൂടെ ചെയ്യുക, 2 തവണയും കൂടെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആൻസറിനെ 2 തവണ കൂടെ ചെയ്താൽ ഇത് കിട്ടും. അപ്പം ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയർ, അതായത് ഇപ്പം എനിക്കിപ്പോൾ ഉള്ളത് എന്താണ്, ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത്, എ ഇൻറ്റു 12 എക്സ് സ്ക്വയർ മൈനസ് 6 വൈ സ്ക്വയർ അല്ലേ, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട്, ഇപ്പോൾ 2 തവണ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഈ ഒരു ആൻസറായി, ഈ ഒരു സംഭവമായി ആണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഡോ സ്ക്വയർ 5 ഡോ വൈ സ്ക്വയറിനെ 2 തവണ എക്സിന് ചെയ്യണം, 2 രീതിയിൽ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ 2 തവണ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഡോ ക്യൂബ് 5 ഡോ എക്സ് സ്ക്വയർ ഡോ വൈ ചെയ്യാൻ പോകും. ഇതിന് ഒരു തവണ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോ വൈ ഓഫ് ഈ സാധനമാണ്, അതായത് നമ്മൾ ഈ കിട്ടിയ സാധനം ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയറിനെ ഒരു തവണ ചെയ്യുക. ഒരു തവണ ചെയ്ത് ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യണം, വൈക്ക് ചെയ്യണം. എന്നാലും ഇവിടെ മുകളിൽ 4ഉം ഇവിടെ ഡോ വൈ സ്ക്വയറും വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡോ വൈ ഓഫ് എന്താണ് നമ്മളെ ഈ സാധനം, അതായത് എ ഇൻറ്റു 12 എക്സ് സ്ക്വയർ മൈനസ് 6 വൈ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻ്റ് ഇട്ടു, 12 നമ്മൾ ഇട്ടു, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. 12 എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി അല്ലേ, കാര്യം വൈ ആണ് വേരിയബിൾ. മൈനസ് 6 വൈ സ്ക്വയർ, 6 കോൺസ്റ്റൻറ്റ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു വൈ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് കിട്ടും, മൈനസ് 12 വൈ എന്ന് കിട്ടും. ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം ഡോ റൈസ് ടു 4 ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ കിട്ടും. വിത്ത് റെസ്പെക്ട് വൈ ഒന്നുകൂടെ എടുത്താൽ മതി. ഞാൻ ഇനി വീണ്ടും ഇതേപോലെ എഴുതുന്നില്ല, വിത്ത് റെസ്പെക്ട് വൈ ഒന്നുകൂടെ എഴുതുന്നു. അപ്പോൾ മൈനസ് 12 എ എന്ന് കിട്ടും. ഓക്കെ, നൗ അപ്ലൈയിങ് ദ ഇക്വേഷൻ, ഇൻ ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് 1 becomes എന്താണ്, ഇതെന്ന് പറയുന്നത് 24a ആണ്. 24a പ്ലസ് 2 ഇൻറ്റു ഈ ഒരു സാധനം, ഇത് 2 ഇൻറ്റു മൈനസ് 12a പ്ലസ് ഈ ഒരു സംഭവം എന്താണ് 0, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 24a മൈനസ് 24a വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എന്താണ്, 5 സാറ്റിസ്ഫൈസ് ഇക്വേഷൻ നമ്പർ 1, അതായത് കോമ്പാക്റ്റിബിലിറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. therefore 5 ഈസ് എ പോസിബിൾ സ്ട്രെസ് ഫങ്ഷൻ. 5 എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിബിൾ സ്ട്രെസ് ഫങ്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഓക്കെ, 5യുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കുന്ന 5 മാത്രം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് എന്താണ്, ഇറ്റ് ഈസ് എ പോസിബിൾ സ്ട്രെസ് ഫങ്ഷൻ. നൗ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ സിഗ്മ എന്ന് പറയുന്ന സാധനം, സിഗ്മ എക്സ് എക്സിൻ്റെ വാല്യൂ എന്താണ്, ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ അല്ലല്ലോ വൈ സ്ക്വയർ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സാധനമാണ് സിഗ്മ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിച്ചില്ലല്ലേ, കണ്ടുപിടിച്ച് നോക്കുക. അത് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ എന്ന് പറയുന്നത് മൈനസ് 6a എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി സിഗ്മ വൈ എന്ന് പറയുന്നത് എന്താണ്, ഡോ സ്ക്വയർ 5 ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്താണ്, എ ഇൻറ്റു 12 എക്സ് സ്ക്വയർ മൈനസ് 6 വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇനി ഡോ എക്സ് വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡോ സ്ക്വയർ 5 ഡോ എക്സ് ഡോ വൈ. അപ്പം ഇവിടെ നമുക്കത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ഒന്നുകൂടെ വൈ ചെയ്താൽ ഈ ഒരു സാധനമാവും അല്ലേ, അതായത് വിത്ത് റെസ്പെക്റ്റ് എക്സ് ചെയ്തിരിക്കുന്നതിന് വിത്ത് റെസ്പെക്റ്റ് വൈ ഒന്നുകൂടെ ചെയ്താൽ ഇത് ചെയ്യാം. വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഞാൻ ആദ്യമേ ഇട്ടു, വിത്ത് റെസ്പെക്റ്റ് വൈ അങ്ങ് ചെയ്യുക, എ ഇൻറ്റു 0 മൈനസ്, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് വൈ 0 ആണ്. ഇതിൻ്റെ എന്ത് കിട്ടും, 6x കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2y എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആയി 12a ഇൻറ്റു എക്സ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 സ്ട്രെസ്സസുമായി. ഇതാണ് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 പോസിബിൾ സ്ട്രെസ് ഫങ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനും പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് എനിക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് പ്രോബ്ലം 5 ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നാലും ഇത്രയും കണ്ടുപിടിച്ച് വെക്കുക, അത് നിങ്ങൾ ആലോചിച്ചോളണം. ഇനി കാൻഡിലിവർ ബീമിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണിയാണല്ലടി.
ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു സിമ്പിൾ ഡയറക്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്.